ശിവശില ശുഭകരമാ കളലളിതം സലിലം കരപറ്റിയ കലയൊരു പൂജയിൽ വിലയിതമായി പൂർണ്ണശിലാഖണ്ഡം മോഹനമൊരു പാറയിലത്ഭുതലീലയിലായി ജയ ജയ ഹേ ഗുരുവേ നാരായണ ശ്രീനാരായണ സദ്ഗുരുവേ യുഗപരിവർത്തന കാഹളമായി യുഗയോഗ സമന്വയ ഭാവനയായി പ്രാഭവയോഗ പുരാണ ഋഷീശ്വര യോഗിയുണർത്തിയ ചിന്തകളിൽ ലോകമലിഞ്ഞു മഹാതപനുജ്വല ഭാഗവതോത്തമനുൾപുളകം ജയ ജയ ഹേ ഗുരുവേ നാരായണ ശ്രീനാരായണ സദ്ഗുരുവേ പ്രേമമുണർന്ന പ്രതിഷ്ഠയധസ്ഥിത ജാതിയിൽ ബോധന ഗീതികളായി പദസേവന മതതത്വമധിഷ്ഠിത മതബോധന ഗതിയരുളുകയായി ഈഴവനീ ശിവനാണെന്നരുളാൻ ആശിസേകിയവൻ ദേവൻ ജയ ജയ ഹേ ഗുരുവേ നാരായണ ശ്രീനാരായണ സദ്ഗുരുവേ ആരാധനയായി സാത്വിക ബുദ്ധികളാരോഹണമായി അനുഭവമായി പ്രാകൃതമാം ആരീതികൾ വിട്ടതിമോഹനമാകും ജ്യോതിയിലായി പ്രാണസ്ഥാപന ശക്തിയിലലിയും മാണിക്യം ഹൃദി വളരുകയായി ജയ ജയ ഹേ ഗുരുവേ നാരായണ ശ്രീനാരായണ സദ്ഗുരുവേ വ്യയഹേതുകമാം ആർഭാടാദിയിളയവു വരുത്തും മുന്നേറ്റം പല പല താമസ ചിന്തകൾ വിട്ടനുവേലം ഹൃദയം ജപമയമായി മധ്യമദാലല ഭോഗത്യാഗം ശുദ്ധ മനസ്സിനുയിരായി ജയ ജയ ഹേ ഗുരുവേ നാരായണ ശ്രീനാരായണ സദ്ഗുരുവേ പൂജിതമായ പ്രതിഷ്ഠയിലരുളും മൂല്യം നിലനിലയായി വിലയം മേനിയിലല്ല മനസ്സിലുമല്ലൊരു യോഗ തപസ്സും തർപ്പണവും കാലം നൽകും ഗതിവിഗതികളിൽ ചാലേ ചേരുകയാണെല്ലാം ജയ ജയ ഹേ ഗുരുവേ നാരായണ ശ്രീനാരായണ സദ്ഗുരുവേ കളവങ്കോടത്തൊരു കണ്ണാടിയിൽ ഓങ്കാരം ലേഖനമായി നീലനിലാവൊളി മിന്നും നിലയായി നിത്യവിളക്കൊരു കാരകമായി മുരുക്കും പുഴ ഓം ശാന്തി പ്രഭയായി ശിവഗിരി വിദ്യാദേവതയായി ജയ ജയ ഹേ ഗുരുവേ നാരായണ ശ്രീനാരായണ സദ്ഗുരുവേ
നാദമേകുന്ന നവീകരണത്തിനുറവായി നിറവായി പൊന്നറയാൽ വിദ്യയുണർത്തും വിദ്യുൽ പ്രഭയായി വിത്തം നിറയാൽ വിധിയായി വിദ്യയിലഖിലം നിറയും സാന്ത്വന സത്യം ഹൃത്തിനു വരദാനം. ജയ ജയ ഹേ ഗുരുവേ നാരായണ ശ്രീനാരായണ സദ്ഗുരുവേ. അദ്വൈതാമൃത ദർശനനാത്മജ്ഞാന സമന്വിതനാം പ്രഭുനീ ജനസേവനമാം ജീവിതധർമ്മം ജീവന്നായോധനമായി സകലമതത്തിൻ സാരവുമേകം സകലേശൻ ഭഗവാനേകൻ. ജയ ജയ ഹേ ഗുരുവേ നാരായണ ശ്രീനാരായണ സദ്ഗുരുവേ. ദൈവം കാണും കണ്ണില്ലാതെ കേൾക്കും കാതുകളില്ലാതെ മൂക്കില്ലാതെ മണക്കും നാക്കില്ലാതെ രുചിക്കും സ്പർശിക്കും പ്രതിപുരുഷന്മാർ ഭൗതികദേഹം ജഡമാണഴുകും പാഴ്മണ്ണ്. ജയ ജയ ഹേ ഗുരുവേ നാരായണ ശ്രീനാരായണ സദ്ഗുരുവേ. ആദ്യം മരം കഴുകി വൃത്തിയാക്കും. മരം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത് തുണി കൊണ്ടൊപ്പി എല്ലാം ക്ലീനാക്കിയതിന് ശേഷമാണ് വിഴാലരിയും അരിപ്പൊടിയും പാലിനകത്ത് കുഴച്ച് മരത്തെ തേക്കും. അതായത് സൂക്ഷ്മജീവികൾ മരത്തിലുണ്ട്. ആ സൂക്ഷ്മജീവികൾക്ക് ആഹാരം കൊടുക്കുന്നതായിട്ടാണ് സങ്കല്പം. അവരുടെ അനുമതി ചോദിച്ചതിന് ശേഷമാണ് ഈ വൃക്ഷായുർവേദത്തിൽ മരങ്ങൾക്കുള്ള ചികിത്സ പറയുന്നത്. അതുകൊണ്ടാണ് അത്തരത്തിൽ ഒരു രീതി ഞങ്ങളും പിന്തുടരുന്നത്. അതിന് ചെയ്തതിന് ശേഷം 3 തരത്തിലുള്ള മണ്ണാണ്. ആ മണ്ണെന്ന് പറയുന്നത് കണ്ടത്തിൽ നിന്നെടുത്ത മണ്ണ്, മരം നിൽക്കുന്ന സ്ഥലത്തെ മണ്ണ്, പിന്നെയുള്ളത് ചിതൽപുറ്റ് അരിച്ചെടുത്ത മണ്ണാണ്. ഈ 3 മണ്ണും കൂടി മിക്സ് ചെയ്യുന്നു. അതിനകത്ത് നാടൻ പശുവിന്റെ ചാണകം കൂടി കലർത്തുന്നു. ആവശ്യത്തിന് പാലൊഴിച്ചു കൊടുക്കുന്നതോടുകൂടി ആ മിശ്രിതത്തിന്റെ 1-ാം ഘട്ടം പൂർത്തിയാകും. 2, 3 ഘട്ടം എന്ന് പറയുന്നത് നെയ്യ്, നാടൻ പശുവിന്റെ പാല്, ചെറുതേന്, വൻതേന്, കദളിപ്പഴം പായസത്തിന് പാകമാകുന്ന രീതിയിൽ പഴുത്തത് പൊളിച്ചെടുക്കാതെ അതിന്റെ തൊലിയോടുകൂടി തയ്യാറാക്കിയെടുക്കുന്ന മിശ്രിതം ഒരു കുഴമ്പ് രൂപത്തിലാക്കിയെടുക്കുന്ന പാകത്തിനാക്കിയെടുക്കുന്നതും ചേർക്കും. ഇങ്ങനെ എല്ലാം ചേർക്കുമ്പോൾ എല്ലാ മരുന്നുകൂട്ടുകളും ചേരുന്ന സമയത്ത് അത് ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്ന് ഏറ്റവും അവസാനം ഈ മരുന്ന് സെറ്റായോ അല്ലയോ എന്ന് അറിയാൻ സാധിക്കുന്നത് ഒരേ കളർ, മരുന്നിന് ഒരേ കളർ, മരുന്നുകൂട്ടിന് ഒരേ കളർ എത്തിക്കഴിഞ്ഞാൽ ആ മരുന്ന് പൂർണ്ണമായി അതിന്റെ കൂട്ട് ശരിയാണെന്നുള്ളതാണ് ഞങ്ങൾ കരുതി പോരുന്നത്. അങ്ങനെ പൂർണ്ണമായി ആ മരുന്നുകൂട്ട് ശരിയായത് അരമണിക്കൂർ സമയം പാകത്തിൽ വെച്ച് അതിനുശേഷം അത് കൈകൊണ്ടെടുത്ത് പുരട്ടുകയാണ്, മരത്തിൽ പുരട്ടുകയാണ്. മരത്തിൽ പുരട്ടിയതിന് ശേഷം തരുലേപനം എന്ന് പറയുന്നു. അതായത് 5 ധാതുക്കളുടെ പൊടി പാലിനകത്ത് കുഴച്ചത് തരുലേപനം എന്ന് പറഞ്ഞാൽ ഈ മരുന്നുകൂട്ട് തേച്ചതിന് ശേഷം അതിന്റെ മുകളിലായി ഈ പറയുന്ന നമ്മൾ കുഴമ്പൊക്കെ തേക്കുന്നത് പോലെ മരത്തേൽ ഈ തരുലേപനം തേക്കും. തരുലേപനവും തേച്ച് മരം ചുറ്റിക്കെട്ടി നിർത്തുന്നതോടുകൂടി മരത്തിന്റെ പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കുന്നതിനുള്ള ചികിത്സ പൂർത്തീകരിക്കും. തുടർന്ന് അതിന്റെ ചൂട് ചെറുതായി ഇളക്കി ഒരു മധുരലായനി, നാടൻ ശർക്കര, തൈര്, നല്ലെണ്ണ, കറുത്തയെള്ള് ഇവയെല്ലാം കൂട്ടി നിശ്ചിത അനുപാതത്തിൽ തയ്യാറാക്കുന്ന
ലായനി അതിന്റെ ചോട്ടിലൊഴിക്കാൻ കാരണം ഈ മരുന്നുകൂട്ട് മൂലം മരം ഇത് വലിച്ചെടുത്ത് കഴിയുമ്പോൾ മരത്തിലുണ്ടാകുന്ന പഴങ്ങൾക്ക് ഭയങ്കര കയ്പായിരിക്കും. ആ കയ്പ് രസം കുറയ്ക്കുന്നതിന് വേണ്ടി വൃക്ഷായുർവേദത്തിൽ മറ്റൊരു മരുന്നുകൂട്ട് കൂടി പറയുന്നുണ്ട്, ഈ രസലായനി. അങ്ങനെയുള്ള ലായനിയും കൂടി ഒഴിക്കുന്നതോടുകൂടി ഈ ഘട്ടം പൂർത്തീകരിക്കും. അങ്ങനെ വരുന്ന ജൂൺ മാസത്തോടുകൂടി പൂർവാധീന ശക്തിയായി ഈ മാവിലെ കിളിർപ്പ് ഉണ്ടാവും. ഞങ്ങൾക്ക് അനുഭവമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു വേദി മഹാസമാധി ഇങ്കൽ ഗുരുദേവൻ നട്ട പ്ലാവിനെ ചികിത്സിക്കാൻ ഉള്ള ഒരു അവസരം ലഭിച്ചത് ജീവിതത്തിലെ ഒരു മഹാഭാഗ്യമായി കരുതുന്നു. 122 വർഷം പഴക്കമുണ്ട്. മനുഷ്യന് ആയുസ്സുള്ളതുപോലെ തന്നെ മരങ്ങൾക്കും ആയുസ്സുണ്ട്. മരങ്ങളുടെ ആയുസ് പലതാണ്. ഇപ്പോൾ ഒരു പ്ലാവിന്റെ ആയുസ് എന്ന് പറയുന്നത് 85 മുതൽ 100 വർഷം വരെയാണ്. ഒരു നാട്ടുമാവിന്റെ ആയുസ് എന്ന് പറയുന്നത് 200 മുതൽ 250 വർഷം വരെയാണ്. ബഡ്മാവിന്റെ ആയുസ് എന്ന് പറയുന്നത് 30 വർഷമാണ്. ഒരു തെങ്ങിന്റെ ആയുസ്, കൊന്നത്തെങ്ങിന്റെ ആയുസ് എന്ന് പറയുന്നത് 85-100 വർഷമാണ്. ഒരു അരയാലിന്റെ ആയുസ് എന്ന് പറയുന്നത് 1700 മുതൽ 1500 വരെയാണ്. പേരാലിന്റെ ആയുസ് എന്ന് പറയുന്നത് 2000 മുതൽ 2500 വർഷം വരെയാണ്. അപ്പോൾ അങ്ങനെ ജീവികൾക്ക് ആയുസ് ഉള്ളതുപോലെ തന്നെ മരങ്ങൾക്കും ആയുസ്സുണ്ട്. അപ്പം ആ ആയുസ് നീട്ടിക്കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ സുഖചികിത്സയെന്നോ വൃക്ഷായുർവേദമെന്നോ വൃക്ഷവൈദ്യമെന്നോ മരചികിത്സയെന്നോ ഒക്കെ പേരിട്ട് വിളിക്കാവുന്ന അതിപുരാതനമായി ചരകനും ശുശ്രുതനും കശ്യപനും വരാഹവീരനും ശാർങ്ങധരനും ഒക്കെ രചിക്കപ്പെട്ടിട്ടുള്ള സംസ്കൃത ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള അതിന്റെ മരുന്നുകൂട്ടുകൾ കണ്ടെത്തി അത് ഇവിടെ പ്രയോഗിക്കുന്ന രീതിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സൂര്യ ഉദയത്തിന് ശേഷം മരുന്ന് തയ്യാറാക്കുകയും സൂര്യാസ്തമയത്തിന് ശേഷം ഇത് പൂർത്തീകരിക്കുകയുമാണ് ഈ ചടങ്ങ്. അതുകൊണ്ട് ഏകദേശം ഒരു 6 മണിക്കൂർ സമയത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. അത് എന്തായാലും പുരോഗമിച്ചിട്ടുണ്ട്. 2ാം ഘട്ടത്തിലേക്ക് പോവുകയാണ്. ശ്രീനാരായണ ഗുരുചരിതം ശ്രീമജ്ജീവിത കഥയമൃതം. അവശരുമാർത്തരുമാലംബഹീനരും ആവേശമുൾക്കൊള്ളും മഹചരിതം. അവശരുമാർത്തരുമാലംബഹീനരും ആവേശമുൾക്കൊള്ളും മഹചരിതം. ശ്രീനാരായണ ഗുരുചരിതം ശ്രീമജ്ജീവിത കഥയമൃതം. ശ്രീനാരായണ ഗുരുചരിതം ശ്രീമജ്ജീവിത കഥയമൃതം. ബാല്യകൗമാരങ്ങളിൽ ബ്രഹ്മചാരിയായി നേടിയറിവിന്റെ സത്ഫലങ്ങൾ എത്രയോ ഗ്രാമനഗരപഥങ്ങളിൽ അക്കാലം സ്വാമി നടന്നവധൂതനായി. ബാല്യകൗമാരങ്ങളിൽ ബ്രഹ്മചാരിയായി നേടിയറിവിന്റെ സത്ഫലങ്ങൾ എത്രയോ ഗ്രാമനഗരപഥങ്ങളിൽ അക്കാലം സ്വാമി നടന്നവധൂതനായി. ശ്രീനാരായണ ഗുരുചരിതം ശ്രീമജ്ജീവിത കഥയമൃതം. ശ്രീനാരായണ ഗുരുചരിതം ശ്രീമജ്ജീവിത കഥയമൃതം. അടിമത്തമാചാര ദുഷ്കൃതങ്ങൾ വിളയുന്ന കേരള മണ്ണിൻ തീരം ഒരു ദീപക പ്രതികാരങ്ങളില്ലാതെ മധുരതരമൊരു പുഞ്ചിരിയാൽ. അടിമത്തമാചാര ദുഷ്കൃതങ്ങൾ വിളയുന്ന കേരള മണ്ണിൻ തീരം ഒരു ദീപക
ദീപക പ്രതികാരങ്ങളില്ലാതെ മധുരതരമൊരു പുഞ്ചിരിയാൽ ശ്രീനാരായണ ഗുരുചരിതം ശ്രീമജ്ജീവിത കഥയമൃതം ശ്രീനാരായണ ഗുരുചരിതം ശ്രീമജ്ജീവിത കഥയമൃതം എത്ര സദ്വാർത്തകൾ എത്ര സച്ചിന്തകൾ എത്ര പേർക്കാശ്വാസ പീയൂഷമായി ഉത്തുംഗമാം ലക്ഷ്യം നേടുവാനൊപ്പമായി എത്ര കാതങ്ങൾ നടന്നുകൂടെ എത്ര സദ്വാർത്തകൾ എത്ര സച്ചിന്തകൾ എത്ര പേർക്കാശ്വാസ പീയൂഷമായി ഉത്തുംഗമാം ലക്ഷ്യം നേടുവാനൊപ്പമായി എത്ര കാതങ്ങൾ നടന്നുകൂടെ ശ്രീനാരായണ ഗുരുചരിതം ശ്രീമജ്ജീവിത കഥയമൃതം ശ്രീനാരായണ ഗുരുചരിതം ശ്രീമജ്ജീവിത കഥയമൃതം വിദ്യയും സംഘവും നേടുവാൻ ചൊല്ലി വിശ്വപ്രകാശത്തെ സ്വന്തമാക്കാൻ വിശ്വം നമിപ്പൂ മഹാകർമ്മയോഗിതൻ പുണ്യസ്മരണയ്ക്കു മുന്നിലിന്നും വിദ്യയും സംഘവും നേടുവാൻ ചൊല്ലി വിശ്വപ്രകാശത്തെ സ്വന്തമാക്കാൻ വിശ്വം നമിപ്പൂ മഹാകർമ്മയോഗിതൻ പുണ്യസ്മരണയ്ക്കു മുമ്പിലിന്നും ശ്രീനാരായണ ഗുരുചരിതം ശ്രീമജ്ജീവിത കഥയമൃതം ശ്രീനാരായണ ഗുരുചരിതം ശ്രീമജ്ജീവിത കഥയമൃതം അവശരുമാർത്തരുമാനന്ദഹീനരും ആവേശമുൾക്കൊള്ളും മഹചരിതം അവശരുമാർത്തരുമാനന്ദഹീനരും ആവേശമുൾക്കൊള്ളും മഹചരിതം ശ്രീനാരായണ ഗുരുചരിതം ശ്രീമജ്ജീവിത കഥയമൃതം ശ്രീനാരായണ ഗുരുചരിതം ശ്രീമജ്ജീവിത കഥയമൃതം ശ്രീനാരായണ ഗുരുചരിതം ശ്രീമജ്ജീവിത കഥയമൃതം ഗുരുവേ ദേവാ നിൻ പാദം പുൽകുമ മണൽത്തരിയായിരുന്നെങ്കിൽ ഞാനാ മണൽത്തരിയായിരുന്നെങ്കിൽ ഗുരുവേ ദേവാ നിൻ പാദം പുൽകുമ മണൽത്തരിയായിരുന്നെങ്കിൽ ഞാനാ മണൽത്തരിയായിരുന്നെങ്കിൽ ശിവഗിരി കുന്നിലെ തൃപ്പാദം പുൽകിയ മണൽ പരപ്പെ ഞാൻ മോഹിക്കുന്നു സാധകനാകുവാൻ വന്നു പക്ഷേ സാധന എന്നെ വെടിഞ്ഞു സാധകനാകുവാൻ വന്നു പക്ഷേ സാധന എന്നെ വെടിഞ്ഞു ജന്മം വൃഥാവിലാകുന്നു ദയാപര സാധ്യമോ നിൻ പാദസ്പർശം ജന്മം വൃഥാവിലാകുന്നു ദയാപര സാധ്യമോ നിൻ പാദസ്പർശം എനിക്കാകുമോ നിൻ പാദപൂജ
ശിവഗിരി കുന്നിലെ തൃപ്പാദം പുൽകിയ മണൽ പരപ്പി ഞാൻ മോഹിക്കുന്നു. തേടിയുവാൻ വന്നു പക്ഷേ മാർഗങ്ങൾ മോഹം തരുന്നു. മോഹം തേടിയുവാൻ വന്നു പക്ഷേ മാർഗങ്ങൾ മോഹം തരുന്നു. കർമ്മങ്ങൾ കൂന കൂടുന്നു ദയാപര സാധ്യമോ നിൻ പാദസ്പർശം. കർമ്മങ്ങൾ കൂന കൂടുന്നു ദയാപര സാധ്യമോ നിൻ പാദസ്പർശം. എനിക്കാവുമോ നിൻ പാദപൂജ. ശിവഗിരി കുന്നിലെ തൃപ്പാദം പുൽകിയ മണൽ പരപ്പേ ഞാൻ മോഹിക്കുന്നു. ഗുരുവേ ദേവാ നിൻ പാദം പുൽകുമ മണൽ തരിയായിരുന്നെങ്കിൽ ഞാനാ മണൽ തരിയായിരുന്നെങ്കിൽ. ശിവഗിരി കുന്നിലെ തൃപ്പാദം പുൽകിയ മണൽ പരപ്പി ഞാൻ മോഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ശിവഗിരിയിലെ മഹാസമാധി മണ്ഡപത്തിന് മുറ്റത്ത് നിൽക്കുന്ന മാവിന്റെ വൃക്ഷ ചികിത്സ ഇവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. രാവിലെ 10 മണിക്ക് ആരംഭിച്ച് 3 മണി സമയത്തോടു കൂടി തന്നെ അത് പൂർത്തീകരിക്കാൻ സാധിച്ചു. എല്ലാ മരുന്ന് കൂട്ടുകളും ഫലപ്രദമായിട്ട് ചേർത്തെടുക്കുന്നതിന് ഞങ്ങൾക്ക് കഴിഞ്ഞു. ഞങ്ങളുടെ ടീം, വൃക്ഷായുർവേദ ടീമും ഭക്തജനങ്ങളും ഇതിന്റെ സംഘാടകരുമെല്ലാം മികച്ച രീതിയിൽ ഞങ്ങളോട് സഹകരിച്ചു. എന്തായാലും ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ ജൂൺ മാസത്തോടുകൂടി പ്ലാവ് വീണ്ടും അതിൻ്റെ പുനർജീവനം കൈക്കൊള്ളും. അങ്ങനെ തലമുറകൾക്ക് തണലായി ഫലമായി ഈ പ്ലാവ് ഇവിടെ നിലകൊള്ളും. അതിനായി എല്ലാവിധ അനുഗ്രഹങ്ങളും ഭഗവാന്റെ ഭാഗത്തു നിന്നുണ്ടാവട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ മനസ്സാൽ ഓർത്തുകൊണ്ട് നിർത്തുന്നു. ഗുരുദേവ സ്മരണ മനസ്സിലോർത്തുകൊണ്ട് എല്ലാവർക്കും നന്ദി.